ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ. ഇതിനായി എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിലവിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യാവലി തയ്യാറാക്കുകയാണ്. ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്കായി എത്തിച്ചു എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. പ്രതികൾക്കായി അടുത്തയാഴ്ച ആദ്യം തന്നെ എക്സൈസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലെത്തിച്ച സുൽത്താൻ അക്ബർ അലിയുടെ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്ന് 6 കിലോ കഞ്ചാവ് എത്തിച്ചു എന്നാണ് എക്സൈസ് കണ്ടെത്തൽ. ഇതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി 3 കിലോ എവിടെയാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്കു വേണ്ടി എത്തിച്ചു എന്നതിനും പ്രതികളിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കുകയാണ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘം. പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ ഈ ആഴ്ച തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. പിടിയിലായ 3 പ്രതികളും ഈ മേഖലയിലെ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമാണ്. ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും കഞ്ചാവ് സ്വർണ്ണക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമായ കൃത്യമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കുന്നത്. കേസിൽ തസ്ലീമ സുൽത്താന, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുൽത്താൻ അക്ബർ അലി 5ലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹത നിറഞ്ഞതാണെന്നും എക്സൈസ് പറയുന്നു. മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് പല പൊതികളിലാക്കി ഇവർ വിൽപ്പനയ്ക്കായി ഹൈബ്രിഡ് കഞ്ചാവ് ഓമനപ്പുഴയിലെ റിസോർട്ടിൽ എത്തിച്ചത്. ഇത് ആർക്കാണെന്ന് മാത്രം പ്രതികൾ പറഞ്ഞിട്ടില്ല. ഇതിന് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയുള്ളൂ. ജനം, ആലപ്പുഴ.